Dear students, as we have seen, every government has three organs. They are legislature, executive, and judiciary. Legislature makes laws, executive enforces the laws which are made by the legislature, and judiciary interprets the laws. നമ്മൾ കണ്ടതുപോലെ ഏതൊരു ഗവൺമെൻറ്റിനും മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ മൂന്ന് ഓർഗാൻസ് ഉണ്ടായിരിക്കും. നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ സംവിധാനം. ലെജിസ്ലേച്ചർ മേക്സ് ലോസ്, ലെജിസ്ലേച്ചറാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. എക്സിക്യൂട്ടീവ് എൻഫോഴ്സസ് ദ ലോസ് വിച്ച് ആർ മെയ്ഡ് ബൈ ദി ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണ സഭ ഉണ്ടാക്കുന്ന നിയമങ്ങളെ എൻഫോഴ്സ് ചെയ്യുക, നടപ്പിൽ വരുത്തുന്നത് എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുപോലെ തന്നെ ജുഡീഷ്യറി ഇൻ്റർപ്രറ്റ്സ് ദ ലോസ് വിച്ച് ആർ മെയ്ഡ് ബൈ ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന നിയമങ്ങളെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുവാൻ, അത് ഭരണഘടനാനുസൃതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുവാൻ, പരിശോധിക്കുവാനുള്ള അധികാരം, വ്യാഖ്യാനിക്കുവാനുള്ള അധികാരം ജുഡീഷ്യറിയിൽ നിക്ഷിപ്തമാണ്. സോ ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി ഹാഡ് സീൻ ദാറ്റ് ദ യൂണിയൻ ലെജിസ്ലേച്ചർ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഇന്ത്യയിലെ കേന്ദ്ര നിയമനിർമ്മാണ സഭയെക്കുറിച്ച്. ദ യൂണിയൻ ലെജിസ്ലേച്ചർ ഈസ് നോൺ ആസ് പാർലമെൻറ്റ് which has two chambers or two houses, Lok Sabha and Rajya Sabha. So a two-chamber legislature, a bicameral legislature is in India. അപ്പോൾ ഇന്ത്യയിലെ ഒരു ഇരട്ട മണ്ഡല നിയമനിർമ്മാണ സഭയാണ് ലോക്സഭയും രാജ്യസഭയും ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യയിലെ യൂണിയൻ ലെജിസ്ലേച്ചറായ പാർലമെൻറ്റ്. ആൻഡ് ടുഡേ we discuss of the second department of Indian government, the union government, executive, the executive department of Indian government. So in Indian parliamentary practice, the president is the nominal executive or a constitutional ruler. ഒരു പാർലമെൻ്ററി സംവിധാനത്തിൽ there will be two executives. The head of the state may be the nominal executive, and the real executive authority is vested and exercised by the union cabinet, which is headed by the prime minister. ഒരു പാർലമെൻ്ററി സംവിധാനത്തിൽ രണ്ട് തരം എക്സിക്യൂട്ടീവുകൾ ഉണ്ടാവും. ഒന്ന് നോമിനൽ എക്സിക്യൂട്ടീവും മറ്റൊന്ന് റിയൽ എക്സിക്യൂട്ടീവും. അങ്ങനെ വരുമ്പോൾ രാജ്യത്തിൻ്റെ ഭരണാധികാരി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, തലവൻ, നാമമാത്ര ഭരണാധികാരിയായിരിക്കും. ഹീ ഈസ് ദി നോമിനൽ എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. രണ്ടാമതായി ദർ വിൽ ബി എ റിയൽ എക്സിക്യൂട്ടീവ്. അവിടെ ഒരു യഥാർത്ഥ എക്സിക്യൂട്ടീവ് ഉണ്ടാവും. ദാറ്റ് ഈസ് ദി യൂണിയൻ ക്യാബിനറ്റ്, കേന്ദ്ര മന്ത്രിസഭ, വിച്ച് ഈസ് ഹെഡഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ഒരു പാർലമെൻ്ററി സംവിധാനത്തിൽ രാഷ്ട്രത്തലവൻ നാമമാത്ര ഭരണാധികാരിയും യഥാർത്ഥ അധികാരം കേന്ദ്ര മന്ത്രിസഭയും കൈകാര്യം ചെയ്യുന്ന സംവിധാനമായിരിക്കും നിലവിലുണ്ടായിരിക്കുക. സോ ഇൻ ഇന്ത്യ വി ക്യാൻ സീ ദാറ്റ് വി ഹാവ് അഡോപ്റ്റഡ് എ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് അറ്റ് സെൻറ്റർ ആസ് വെൽ ആസ് അറ്റ് ദി സ്റ്റേറ്റ്സ്. ഇന്ത്യയിൽ കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനങ്ങളിലാണെങ്കിലും നമ്മൾ പാർലമെൻ്ററി സംവിധാനമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രത്തലവൻ, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഈസ് എ നോമിനൽ എക്സിക്യൂട്ടീവ്. ഹി എൻജോയ്സ് ഓൺലി നോമിനൽ പവേഴ്സ്. Our Union Council of Ministers headed by the Prime Minister is the real executive, and the President rules the country on the advice of the Prime Minister and his colleagues. So, ഇന്ത്യയുടെ ഭരണാധികാരി എന്നത് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്നത് പ്രസിഡൻ്റ് ആണെങ്കിലും he will have to do his duty according to the advice given by the Union Cabinet. കേന്ദ്ര മന്ത്രിസഭയുടെ ശുപാർശയ്ക്കനുസരിച്ച്, ഉപദേശത്തിനനുസരിച്ച് മാത്രമേ അദ്ദേഹത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ബിക്കോസ് he is a nominal executive. So let us see what are the powers that can be enjoyed by the head of the state, the President of India. The powers and functions of the President of India may be classified under 5 heads. 5 കാറ്റഗറിയിലായി തിരിച്ചിരിക്കുന്നു ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അധികാരങ്ങൾ. ഒന്നാമതായി എക്സിക്യൂട്ടീവ് പവേഴ്സ്, ലെജിസ്ലേറ്റീവ് പവേഴ്സ്, ഫിനാൻഷ്യൽ പവേഴ്സ്, ജുഡീഷ്യൽ പവേഴ്സ് ആൻഡ് എമർജൻസി പവേഴ്സ്. ഇങ്ങനെ 5 തരങ്ങളിലായി ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അധികാരങ്ങളെ നിർവചിച്ചിരിക്കുന്നു. ലെറ്റ് us see each one in detail.
The first one, that is executive powers of the President of India. The President of India is the head of the executive of the union government. As we have seen that he is the head of the state, but he is only a nominal head of the state. He enjoys only nominal powers. According to the Constitution of India, all executive actions is also taken in his name. ഇന്ത്യൻ ഭരണഘടന പറയുന്നു ഇന്ത്യയിലെ ഭരണം പ്രസിഡൻറ്റിൻ്റെ പേരിലാണ്. All the decisions can be taken against his name. രാഷ്ട്രത്തലവൻ്റെ പേരിലാണ് ഇന്ത്യയിലെ ഭരണം നടക്കുക. അദ്ദേഹം നാമമാത്ര ഭരണാധികാരി ആണെങ്കിൽ പോലും. The President appoints the governors of the states, the judges of the Supreme Court and High Courts of the states, and the Prime Minister of India is appointed by the President. The President also appoints the ministers in consultation with the Prime Minister. അപ്പോൾ all the major executive appointments are made by the President. Even though he is only a nominal executive, all the major appointments are made by the President of India. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രി അദ്ദേഹത്തിൻ്റെ അഡ്വൈസിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രമന്ത്രിമാരെയും ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാരെയും അതുപോലെ തന്നെ സംസ്ഥാന ഗവർണർമാരെയും അങ്ങനെ ഭരണഘടനാപരമായിട്ടുള്ള കേന്ദ്രത്തിലുള്ള പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സുകളെല്ലാം ഇന്ത്യൻ പ്രസിഡൻ്റാണ് നടപ്പിലാക്കുക. അതാണ് അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് പവർ, ദി എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എംപവേഴ്സ് ദ പ്രസിഡൻറ്റ് ടു അപ്പോയിൻറ്റ് ദി ഇമ്പോർട്ടൻറ്റ് ഓഫീസേഴ്സ് ഓഫ് ദി യൂണിയൻ ഗവൺമെൻറ്, including the Attorney General for India, the Comptroller and Auditor General of India, the Chairman of the Finance Commission, the Election Commission, etc. and etc. So that means all the major appointments are made by the President of India. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ മുഴുവൻ ഇന്ത്യൻ പ്രസിഡൻ്റാണ് നടത്തുക. അതാണ് അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം. The President of India is the Supreme Commander-in-Chief of Army, Navy and Air Forces of the Union. That means he is the Supreme Commander of the Armed Forces. സർവ്വസൈന്യാധിപനാണ് അദ്ദേഹം. ഇന്ത്യയിലെ സർവ്വസൈന്യാധിപൻ ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ഹി ഹാസ് ദ പവർ ടു ഡിക്ലെയർ വാർ. ഒരു യുദ്ധം പ്രഖ്യാപിക്കണമെങ്കിൽ അത് പ്രസിഡൻ്റാണ് പ്രഖ്യാപിക്കുക. അപ്പോൾ ഓർക്കുക, അദ്ദേഹം പ്രഖ്യാപിക്കണമെങ്കിൽ ഹി ക്യാൻ ആക്ട് ഓൺ ദി അഡ്വൈസ് ഗിവൺ ബൈ ദി യൂണിയൻ ക്യാബിനറ്റ്. കേന്ദ്ര മന്ത്രിസഭയുടെ അഡ്വൈസിനനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുക. ദ പ്രസിഡൻറ്റ് ഓൾസോ എൻജോയ്സ് ദ ഡിപ്ലോമാറ്റിക് പവർ. നയതന്ത്രപരമായ ചില അധികാരങ്ങൾ കൂടി അദ്ദേഹത്തിനുണ്ട്. ഹി അപ്പോയിൻറ്റ്സ് ദി ഡിപ്ലോമാറ്റിക് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഇന്ത്യ ടു ദി ഫോറിൻ സ്റ്റേറ്റ്സ്. മറ്റ് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധികളെ നിയോഗിക്കുന്നതും നിയമിക്കുന്നതും ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ഹി ഓൾസോ റിസീവ്സ് ദി ക്രെഡൻഷ്യൽ ലെറ്റേഴ്സ് ഓഫ് ദി ഡിപ്ലോമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് അതർ സ്റ്റേറ്റ്സ്. അപ്പോൾ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ ഇന്ത്യയിലെ പരമാധികാരി എന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഡിപ്ലോമാറ്റിക് അധികാരമുണ്ട്. ഈ പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റുകളെല്ലാം നടത്താനുള്ള എക്സിക്യൂട്ടീവ് അധികാരവും അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ്. സോ ദാറ്റ് മീൻസ് all the major appointments are made by the President of India. Second one, legislative powers enjoyed by the President of India. The President of India also enjoys legislative powers. He is an integral part of Indian Parliament. നമ്മൾ ലെജിസ്ലേച്ചറിനെ കുറിച്ച് പഠിച്ചപ്പോൾ, ഇന്ത്യൻ പാർലമെൻറ്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദി പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമാണ് ഇന്ത്യൻ പ്രസിഡൻറ്റ്. അപ്പോൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏതൊരു ഗവൺമെൻറ്റിലെയും 3 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഭാഗമാണ് പ്രസിഡൻറ്റ്. അതായത് ഇന്ത്യയിലെ 3 ഡിപ്പാർട്ട്മെൻറ്റ്, ലെജിസ്ലേച്ചറിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും ജുഡീഷ്യറിയുടെയും പാർട്ടാണ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റായ പ്രസിഡൻറ്റ്. പാർലമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ദി പ്രസിഡൻറ്റ് ആൻഡ് 2 ഹൗസസ്. പാർലമെൻറ്റ് എന്നാൽ 2 സഭകളും, ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ ലോക്സഭ ആൻഡ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭ. രാജ്യസഭയും ലോക്സഭയും പ്ലസ് പ്രസിഡൻറ്റും കൂടി ചേർന്നതിനെയാണ് ഇന്ത്യയിലെ പാർലമെൻറ്റ് അഥവാ ലെജിസ്ലേച്ചർ എന്ന് പറയുക. ദ പ്രസിഡൻറ്റ് ഹാസ് ദ പവർ ടു സമ്മൺ ആൻഡ് പ്രൊറോഗ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെൻറ്റ്. ഇന്ത്യൻ നിയമനിർമ്മാണ സഭയുടെ 2 സഭകളുടെയും രാജ്യസഭയുടെയും ലോക്സഭയുടെയും എന്ന് വെച്ചാൽ നിയമനിർമ്മാണ സഭ എന്നാൽ ഇത് രണ്ടും ചേർന്നതാണ്. ഇന്ത്യൻ നിയമനിർമ്മാണ സഭയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുവാനും നീട്ടിവെക്കുവാനും ഒക്കെയുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡൻറ്റിൽ നിക്ഷിപ്തമാണ്.
He can also dissolve the House of the People before the expiry of its term. ലോക്സഭയും രാജ്യസഭയും ചേർന്ന പാർലമെൻറ്റിലെ ലോക്സഭയുടെ കാലാവധിക്ക് മുൻപേ ലോക്സഭയെ വേണമെങ്കിൽ പിരിച്ചുവിടുവാൻ ഇന്ത്യൻ പ്രസിഡൻറ്റിന് അധികാരമുണ്ട്. The Constitution of India empowers the President to deliver an address to the Parliament at the commencement of the first session every year. എല്ലാ വർഷവും പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് രാജ്യസഭയുടെയും ലോക്സഭയുടെയും സമ്മേളനങ്ങളെ വർഷത്തിൻ്റെ ആദ്യത്തെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ രാഷ്ട്രപതിയിൽ ഇന്ത്യൻ പ്രസിഡൻറ്റിൽ നിക്ഷിപ്തമായ അധികാരമാണ്. The President nominates 2 members to the Lok Sabha from the Anglo-Indian community and 12 members to the Rajya Sabha from among the persons who have acquired special knowledge in art, science, literature and social service. നമ്മൾ ലെജിസ്ലേച്ചർ പഠിച്ചപ്പോൾ കണ്ടു. The President can nominate 2 members to Lok Sabha. If the President feels that the Anglo-Indian community is not represented adequately in that chamber, then he can nominate 2 members to Lok Sabha from the Anglo-Indian community and 12 members to the Rajya Sabha from among the people of eminent persons from art, science, literature and social service. അപ്പോൾ സാമൂഹിക സേവനം, കല, ശാസ്ത്രം, സാഹിത്യം എന്നീ മേഖലകളിൽ നിന്ന് പ്രമുഖരായ 12 പേരെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുവാനുള്ള അധികാരവും ഇന്ത്യൻ പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ നിയമനിർമ്മാണ സഭയിലെ നിയമനങ്ങളോടുകൂടി നിയമനിർമ്മാണ സഭയുടെ ഭാഗവാക്കാകുക എന്നതിലോടുകൂടി ഇന്ത്യൻ പ്രസിഡൻറ്റിന് നിയമനിർമ്മാണപരമായ അധികാരങ്ങളും ലഭ്യമാകുന്നു. സോ ഹി ഹാസ് സെർട്ടൈൻ ലെജിസ്ലേറ്റീവ് പവേഴ്സ്. മറ്റൊന്ന് ഫിനാൻഷ്യൽ പവേഴ്സ്. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓൾസോ എക്സർസൈസസ് ഫിനാൻഷ്യൽ പവേഴ്സ്. No money bill can be introduced in parliament without the recommendations of the president. അപ്പോൾ നമ്മൾ കണ്ടു, മണി ബിൽസ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ലോക്സഭ. ലോക്സഭയിൽ മാത്രമേ മണി ബിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. സോ ദാറ്റ് ക്യാൻ ബി ഡൺ ഓൺലി ഓൺ ദി ബേസിസ് ഓഫ് ദി റെക്കമെൻഡേഷൻ ബൈ ദി പ്രസിഡൻറ്റ്. സോ ധനകാര്യ ബിൽ അവതരിപ്പിക്കണമെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. സോ അങ്ങനെ ഫിനാൻഷ്യൽ പവേഴ്സ്, ധനകാര്യപരമായ അധികാരങ്ങളും ഇന്ത്യൻ പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. Judicial powers. The President of India grants pardons, reprieves and or remissions of punishment to any person who has been convicted by a court of law. ഇന്ത്യയിലെ നീതിന്യായ കോടതി ശിക്ഷ വിധിച്ച, വധശിക്ഷയാണെങ്കിൽ കൂടി വിധിച്ച ഒരു കുറ്റവാളിക്ക് മാപ്പ് കൊടുക്കുവാനും ശിക്ഷയിൽ ഇളവ് നൽകുവാനും ശിക്ഷ നീട്ടിവെക്കുവാനുമുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. സോ ഹി ഹാസ് സെർട്ടൈൻ ജുഡീഷ്യൽ പവേഴ്സ്. അതോടൊപ്പം എമർജൻസി പവേഴ്സ്, അടിയന്തരപരമായ ചില അധികാരങ്ങൾ, അടിയന്തര ഘട്ടങ്ങളിൽ പ്രയോഗിക്കേണ്ട ചില അധികാരങ്ങൾ കൂടി ഇന്ത്യൻ പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. ഏതൊക്കെയാണത്? അണ്ടർ 3 ആർട്ടിക്കിൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയിലെ 3 വകുപ്പുകൾ പ്രകാരം, ആർട്ടിക്കിൾ 352, 356 ആൻഡ് 360. ഇന്ത്യയിലെ ഭരണഘടനയിലെ 352, 356, 360 വകുപ്പുകൾ ഇന്ത്യൻ പ്രസിഡന്റിന് ചില വിശേഷാൽ അധികാരങ്ങൾ, ചില എമർജൻസി പവേഴ്സ്, അടിയന്തരമായ അധികാരങ്ങൾ നൽകുകയാണ്. ഏതൊക്കെയാണ് ഈ ആർട്ടിക്കിളുകൾ? ആർട്ടിക്കിൾ 352. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആഫ്റ്റർ റിസീവിംഗ് എ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ of the decision of the Union Cabinet, the Prime Minister and other ministers of the Cabinet rank may issue a proclamation of emergency when the security of India is threatened or is likely to be threatened by war or foreign attack or armed rebellion. കേന്ദ്ര മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം ഇന്ത്യ ഒരു ആംഡ് റെബല്യനെ, ഒരു സായുധ കലാപത്തെ നേരിടുന്ന ആ ഒരു ഭീഷണിയുടെ നിഴലിലാണെങ്കിൽ, ഒരു വൈദേശികപരമായ അറ്റാക്കിൻ്റെ നിഴലിലാണെങ്കിൽ, അങ്ങനെയുള്ള ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിന് ഭീഷണിയായിട്ടുള്ള എന്തെങ്കിലും സാഹചര്യത്തിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രമന്ത്രിസഭയ്ക്ക് ഇന്ത്യൻ പ്രസിഡന്റിനോട് ശുപാർശ ചെയ്യാം. അങ്ങനെ ശുപാർശയിന്മേൽ ഇന്ത്യയിൽ ഒരു അടിയന്തരാവസ്ഥ, ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ ഇന്ത്യൻ പ്രസിഡന്റിനെ പ്രാപ്തമാക്കുന്ന, അധികാരപ്പെടുത്തുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പാണ് 352. 1975 നമ്മൾ കണ്ടു, ഇന്ത്യയിൽ ഈ വകുപ്പ് പ്രയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ. സോ ദി പ്രസിഡൻറ്റ്
has the power to declare an emergency under Article 352 on the basis of the advice, on the basis of the reports by the Union Cabinet. അപ്പോൾ കേന്ദ്രമന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ ഇന്ത്യൻ പ്രസിഡന്റിനെ പ്രാപ്തമാക്കുന്ന എമർജൻസി പവേഴ്സിലെ ഒന്നാമത്തെ വകുപ്പാണ് ആർട്ടിക്കിൾ 352 352. രണ്ട്, ആർട്ടിക്കിൾ 356 356 അത് സ്റ്റേറ്റ് എമർജൻസിയാണ്. സംസ്ഥാന ഗവൺമെൻറ്റുകളെ പുറത്താക്കുവാനുള്ള അധികാരമാണ്. ദി എമർജൻസി ഡ്യൂ ടു ഫെയിലിയർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഇൻ എ സ്റ്റേറ്റ്, ഒരു സംസ്ഥാനത്തെ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തപ്പെടുന്നില്ല എന്ന് വന്നാൽ, അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഗവൺമെൻറ് ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്ന് വന്നാൽ, can be proclaimed if the President of India is satisfied with the report of a governor. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആ സംസ്ഥാനത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി എന്ന ഭരണ സംവിധാനം പരാജയമാണ് എന്ന് റിപ്പോർട്ട് പ്രസിഡൻറ്റിന് കൊടുത്താൽ, ഇന്ത്യൻ പ്രസിഡൻറ്റിന് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ പുറത്താക്കുവാൻ ചുമതലപ്പെടുത്തുന്ന അധികാരപ്പെടുത്തുന്ന വകുപ്പിനെയാണ് 356 എന്ന് പറയുക. ഇന്ത്യയിൽ നിരവധി തവണ പല സംസ്ഥാനങ്ങളെയും കേന്ദ്ര സർക്കാർ ഈ പ്രസിഡൻറ്റിൻ്റെ വിശേഷാൽ അധികാരം ഉപയോഗിച്ച് പുറത്താക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ എന്ന് പറയാൻ കാരണം, പ്രസിഡൻറ്റ് ആക്ട് ചെയ്യണമെങ്കിൽ അത് യൂണിയൻ ക്യാബിനറ്റിൻ്റെ കേന്ദ്രമന്ത്രിസഭയുടെ ശുപാർശയിന്മേലായിരിക്കണം. അങ്ങനെ സ്റ്റേറ്റ് എമർജൻസി ആർട്ടിക്കിൾ 356 എംപവേർഡ് ദി പ്രസിഡൻറ്റ് ടു ഡിസ്മിസ് എ സ്റ്റേറ്റ് ഗവൺമെൻറ്, ഒരു സ്റ്റേറ്റ് ഓൺ ദി ബേസിസ് ഓഫ് എ റിപ്പോർട്ട് ഗിവൺ ബൈ ദി സ്റ്റേറ്റ് ഗവർണർ. സംസ്ഥാന ഗവർണറുടെ റിപ്പോർട്ടിന്മേൽ, ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഫെയിലിയർ ആണെന്ന റിപ്പോർട്ടിന്മേൽ സംസ്ഥാന ഗവൺമെൻറ്റിനെ പുറത്താക്കുവാൻ ഇന്ത്യൻ പ്രസിഡൻറ്റിന് നൽകപ്പെടുന്ന അധികാരമാണ് ആർട്ടിക്കിൾ 356. മൂന്നാമതായുള്ള എമർജൻസി അധികാരമെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 360 ആണ്. ഫിനാൻഷ്യൽ എമർജൻസി, സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 360 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, the President of India is empowered to proclaim a state of financial emergency if he is satisfied that a situation has arisen whereby the financial stability or credit of India or of any part of the territory thereof is threatened. അപ്പോൾ ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതി ഭീഷണിയെ നേരിടുകയാണെങ്കിൽ, അടിയന്തരപരമായ ഒരു സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന് തോന്നുകയാണെങ്കിൽ, ആ ഒരു സാഹചര്യത്തിൽ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ, സാമ്പത്തിക അച്ചടക്കം നിലനിർത്താനുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ ഇന്ത്യൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. സോ ഫാർ ഇറ്റ് ഹാസ് നോട്ട് ബീൻ പ്രൊക്ലൈംഡ്. ഇതുവരെ ഇന്ത്യയിൽ സ്വതന്ത്ര ഭാരതത്തിൽ ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടില്ല, സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും ഇന്ത്യൻ പ്രസിഡൻറ്റിന് ഈ 3 വകുപ്പുകളിലൂടെ, ഇന്ത്യൻ ഭരണഘടനയിലെ ഈ 3 ആർട്ടിക്കിളുകളിലൂടെ ചില വിശേഷാൽ അധികാരങ്ങൾ, അടിയന്തര അധികാരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. ആർട്ടിക്കിൾസ് 352, 356 ആൻഡ് 360. ഇത് ഓർത്തിരിക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. കാരണം 352 4, 356 4, 360. അപ്പോൾ 352, 356, 360 ഇങ്ങനെ 3 വകുപ്പുകൾ ഇന്ത്യൻ പ്രസിഡൻറ്റിന് ചില വിശേഷാൽ അധികാരങ്ങൾ നൽകുന്നു. 352 രാജ്യത്ത് മുഴുവൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരപ്പെടുത്തുന്ന വകുപ്പ്, 356 സംസ്ഥാന ഗവൺമെൻറ്റിനെ പുറത്താക്കുവാൻ അധികാരപ്പെടുത്തുന്ന വകുപ്പ്, 360 രാജ്യത്ത് ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള വകുപ്പ്. ഇങ്ങനെ 3 വകുപ്പുകളിലൂടെ ഇന്ത്യൻ പ്രസിഡൻറ്റിന് വിശേഷാൽ അധികാരങ്ങൾ, എമർജൻസി അധികാരങ്ങൾ, അടിയന്തര ഘട്ടങ്ങളിൽ പ്രയോഗിക്കേണ്ട അധികാരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ പ്രസിഡൻറ്റ് എന്നത് ഹീസ് പാർട്ട് ഓഫ് ലെജിസ്ലേച്ചർ, ഹീസ് പാർട്ട് ഓഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ഹീസ് പാർട്ട് ഓഫ് ജുഡീഷ്യറി. He is the head of the state, but he enjoys only nominal powers because in a parliamentary system there will be 2 executives, nominal as well as real executives. The head of the state in a parliamentary form of government enjoys only nominal powers. The real executive powers in a parliamentary system are exercised by the Union Cabinet, which is headed by a Prime Minister. അതാണ് സ്ഥിതി. അപ്പോൾ ഇന്ത്യയിലൊരു പാർലമെൻ്ററി സംവിധാനമാണ്. ഇന്ത്യയിലെ രാഷ്ട്രത്തലവനായ പ്രസിഡൻറ്റ് നാമമാത്ര ഭരണാധികാരിയാണ്. യഥാർത്ഥ അധികാരങ്ങൾ യൂണിയൻ ക്യാബിനറ്റിലാണ്. അത് പ്രൈം മിനിസ്റ്ററാണ് അതിൻ്റെ തലവൻ.
അപ്പോൾ 2 തരം എക്സിക്യൂട്ടീവുകൾ പാർലമെൻ്ററി സിസ്റ്റത്തിലുണ്ടാവും. അപ്പോൾ യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ഇന്ത്യയുടെ ഹെഡ്, ഇന്ത്യയുടെ തലവൻ ആര്? ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഈസ് ദി ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. ഈവൻ ദോ ഹീ ഈസ് ഓൺലി എ നോമിനൽ എക്സിക്യൂട്ടീവ്, he is the head of the state. He is part of legislature, executive and judiciary. He enjoys certain powers. We have seen that 5 തരത്തിലുള്ള അധികാരങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ലെജിസ്ലേറ്റീവ് പവേഴ്സ്, എക്സിക്യൂട്ടീവ് പവേഴ്സ്, ഫിനാൻഷ്യൽ പവേഴ്സ്, എമർജൻസി പവേഴ്സ് ആൻഡ് ജുഡീഷ്യൽ പവേഴ്സ്. അതോടൊപ്പം അങ്ങനെ 5 തരം അധികാരങ്ങളാണ് ഇന്ത്യൻ പ്രസിഡൻറ്റിന് ഇന്ത്യൻ ഭരണഘടന നൽകിയിരിക്കുന്നത്. സോ when we learn about the union executive, first we will have to go through what are the powers that can be enjoyed by the head of the state, the President of India. Thank you.